ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഞാൻ കെട്ടിയൊരു പൂമാലയാണ്. ഞങ്ങൾ പട്ടാഴി അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പൂമാല കെട്ടിയതാണ്. ഞാൻ പോകുമ്പോൾ പൂവുണ്ടെങ്കിൽ ഞാൻ പൂമാല കെട്ടി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടത്തേക്കുള്ള വഴിയാണ് കേട്ടോ. കുറച്ച് ദൂരം പോകാനുണ്ട് ഞങ്ങൾക്ക് ആ അമ്പലത്തിലേക്ക്. അപ്പുറം ഇപ്പുറമൊക്കെ റബ്ബറിൻ്റെ തോട്ടങ്ങളാണ്. അപ്പം നല്ല രസമാണ് കാണാൻ. ഒരു ഷൂട്ടിങ്ങൊക്കെ എടുക്കാൻ പറ്റിയൊരു ഭംഗിയുണ്ട് ആ സ്ഥലം കാണുമ്പോൾ. ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൻ ഫ്രണ്ടിൽ തന്നെ, കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവൻ കാറിൽ ക്യാമറയ്ക്ക് കൈയൊക്കെ വെച്ച് മറച്ച് പിടിച്ചൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ്. ഞങ്ങൾക്ക് കാറൊക്കെ കയറാനുള്ള വേറൊരു ഗേറ്റിലൂടെ വാഹനങ്ങളൊക്കെ കയറ്റി വിടുക. ഭയങ്കര തിരക്കാണ് ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടാഴിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താഗ്രഹം ചെന്ന് പറഞ്ഞാലും അമ്മ സാധിച്ചു തരും. അമ്മയെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അമ്മയെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ നമുക്കതിനുള്ളൊരു ഫലം തരും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലുള്ളൊരു ഇതാട്ടോ. ഞാൻ അവിടെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, പട്ടാഴിയമ്മനോട് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും ചിലർ പരിഹാസപാത്രമായിട്ട് ചെല്ലണവരുണ്ടാവും, ആത്മാർത്ഥമായിട്ട് ചെല്ലണവരുണ്ടാവും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് അമ്മ അത് സാധിച്ചു തരും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുപോലെ അമ്മയ്ക്ക് മക്കളെന്ന് വെച്ചാൽ ജീവനാണ്. ആ അമ്മ മക്കളെ താങ്ങി നിർത്തും. പിന്നെ ഈ വിളക്കുകളൊക്കെ കണ്ടില്ലേ, വിളക്കുകൾ മുത്തുകുടകളൊക്കെ വെച്ച് അലങ്കരിച്ചത്. അത് മണ്ഡല മാസമൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ടാകുമ്പം ചെറപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ ചെറപ്പ് കത്തിക്കും. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. ഇത് വടക്കേ അമ്പലം എന്ന് പറയും. പട്ടാഴി അമ്പലത്തിൻ്റെ വടക്കേ അമ്പലമാണ്. അങ്ങനെ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് കുഞ്ഞൻ കണ്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നുഴഞ്ഞ് കയറി കളിക്കുക. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഈ കമ്പീൻ്റെ ഇടയിൽ കൂടെയൊക്കെ നുഴഞ്ഞ് കയറണം, എന്നിട്ടാണ് അവൻ തിരിച്ചു പോരുക. അങ്ങനെ ഞങ്ങളിതാ പട്ടാഴി അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ മുത്തുകുടകളൊക്കെ വെച്ച് എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമില്ല. നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മനസ്സിനൊരാശ്വാസം. ഇതാണ് ചെറുപ്പ് കത്തിക്കണ വിളക്കുകളാട്ടോ. ഇനി വൈകിട്ട് വിളക്ക് കത്തിക്കാനുള്ളതായിരിക്കും. തലേ ദിവസം കത്തിച്ച വിളക്കൊക്കെ ഒരു അച്ഛൻ ഇരുന്നിട്ട് തുടച്ച് നന്നാക്കുകയാണ്. ആ കാണുന്നതാണ് മുരുകൻ്റെ അമ്പലം. ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല, സമയമില്ലായിരുന്നു. അതിനോണ്ട് ഞാൻ ആ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളേ. കണ്ടോ, ആ ബോർഡ് കാണുന്നില്ലേ, അവിടെയാണ്, അതിലൂടെയാണ് കുളത്തിലേക്ക് പോവുക, അമ്പലക്കുളത്തിലേക്ക് പോവുക. നല്ല രസമാണ്. അമ്പലക്കുളത്തിൻ്റെ അവിടെ പോയിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇന്നിപ്പം കുളത്തിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. അതിനോണ്ട് അത്രയും വീഡിയോസൊക്കെ കുറേ ഷോർട്ടായി. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് വിടാമേ. കുഞ്ഞാതെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുക. അവന് ഫ്രണ്ടിൽ നിന്നാൽ മതി, സീറ്റിൽ ഇരിക്കൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും വേണം. അപ്പോൾ എങ്ങനെ, ഓക്കെ, ടാറ്റ.